ഹായ് ഹലോ എവരി വൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പോൾ ഞാൻ ന്യൂ യൂട്യൂബേഴ്സിന് നമ്മൾ തുടക്കക്കാർക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ വരവ്. കാരണം ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് എൻ്റെ 1 month കൊണ്ട് എൻ്റെ 1K സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കി എന്നുള്ളതിൻ്റെ ഒരു ജേണി അത് പറയാനാട്ടോ. നമ്മൾ ന്യൂ യൂട്യൂബ് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യമുള്ളൊരു ടാസ്ക്കാണ് 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്. ഇത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വളരെ ഈസിയാണ്. കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താകുമ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് കയറും, ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും. പക്ഷേ യൂട്യൂബിൽ അങ്ങനെയല്ല. നമ്മളെ കണ്ടൻറ്റും നമ്മളെ ഒരു വീഡിയോ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് അത്രത്തോളം നോക്കിയിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുള്ളൂ. പക്ഷേ എൻ്റെ വീഡിയോ അത്ര വലിയ ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല, എന്നാലും ഞാൻ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കി, അതും 1 month കൊണ്ട്. അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാൻ വിചാരിച്ചിട്ടാട്ടോ ഇന്നത്തെ എൻ്റെ വരവ്. അപ്പോൾ നമ്മളെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം. ന്യൂ യൂട്യൂബേഴ്സ് ആണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ അറിയാലോ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്നിട്ട് കൂടുതൽ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ ആർക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്തില്ല കേട്ടോ. വീഡിയോ ഷെയർ ചെയ്തില്ല എന്നല്ല, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോ നിങ്ങളെൻ്റെ ചാനലൊന്ന് നോക്കി സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ, അങ്ങനെ ഒരു സംസാരം ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഒന്നാമത് എനിക്ക് മടി കൊണ്ടായിരുന്നു, സത്യം പറയില്ല, മടി കൊണ്ടായിരുന്നു. ഫാമിലി അറിഞ്ഞാൽ എന്താവും, അവർ നമ്മളെങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും, അത് വിചാരിച്ച് ഞാൻ ആരോടും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യൽ തുടങ്ങി. പിന്നെ ആരും അറിയാതെ അങ്ങനെ വീഡിയോസുകൾ ഡെയിലി അപ്ലോഡ് ചെയ്യൽ തുടങ്ങി. അങ്ങനെ തന്നെ ഫാമിലിക്കാർ പോക്കും ചെയ്തിട്ടോ. അങ്ങനെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറേശ്ശെ കയറി തുടങ്ങി. ഒരു 10-20 ആയി. പിന്നെ ഞാൻ ഷോർട്സ് ഓരോ ദിവസം ഇങ്ങനെ ഷോർട്സുകൾ അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കയറുക ഷോർട്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യുക. ഇത് അറിഞ്ഞിട്ട് പലരും ചെയ്യുന്നൊരു വിഡ്ഢിത്തം എന്താണെന്നറിയോ? ഒരു ദിവസം ഒരുപാട് ഷോർട്സ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക. അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. കാരണം നമ്മൾ ഒരു ദിവസം 1-2 ഷോർട്സിനെ നമുക്ക് യൂട്യൂബ് റീച്ച് തരുള്ളൂ. നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് അതിനെ റീച്ച് തരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അടുത്ത ഷോർട്സ് അപ്ലോഡ് ചെയ്യും. നമ്മളെ ലാസ്റ്റ് ഷോർട്സ് അപ്ലോഡ് ചെയ്തത് അതിൻ്റെ റീച്ചിനനുസരിച്ചാണ് നമ്മളെ മറ്റു വീഡിയോസുകളൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക്, സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിലേക്ക് യൂട്യൂബ് എത്തിക്കൊള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു ദിവസം 1-2 ഷോർട്സ് അപ്ലോഡ് ചെയ്ത്, ഞാൻ ദിവസം ചെയ്ത ഒരു കാര്യം കേട്ടോ. പിന്നെ 3-4 ദിവസം കൂടുമ്പോൾ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എൻ്റെ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കിയത് കിട്ടും. ഷോർട്സ് അധികം ഷോർട്സ് എന്നാണ് നമുക്ക് ഇത് കയറുക, സബ്സ്ക്രൈബേഴ്സുകൾ കയറുക. പക്ഷേ ഷോർട്സ് ഇനി ഏത് ടൈമിലാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഒന്നുകിൽ നമ്മൾ 2 മണിക്ക് നമ്മളെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ നമ്മൾ ആ യൂട്യൂബിൽ നിൽക്കരുത്. ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് തുറക്കാതെ പുറകിൽ പോരുക. നമ്മൾ വേറെ ഏതെങ്കിലും ആപ്പ് എടുത്തിട്ട് കാണുക, ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പോയി നമുക്ക് നോക്കാം. നമ്മളെ എത്രത്തോളം അതിൽ വീണ്ടും നമ്മളെ വീഡിയോസുകൾ കാണുന്നു അതിനനുസരിച്ച് നമ്മൾ റീച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് നമ്മൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, നമ്മൾ ആ ഒരു ഷോർട്സിനെ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. നമ്മളെ ഷോർട്സിനെ തന്നെ ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 5 മണിക്കോ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. 2 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കോ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. അത് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ യൂട്യൂബ് ക്വിറ്റ് ചെയ്ത് പോരണം. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മളെ വീഡിയോസ് കൂടുതൽ യൂട്യൂബ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് 2 കാര്യങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടോ. അങ്ങനെയാണ് എൻ്റെ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സമയം നമ്മൾ 2 മണിക്ക് അപ്ലോഡ് ചെയ്ത് എന്തായാലും നമുക്ക് റീച്ച് കിട്ടും. പിന്നെ 100% ഉറപ്പാട്ടോ. പിന്നെ 5 മണിക്ക് അപ്ലോഡ് ചെയ്താലും നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. അത് ഈ 2 കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. കാരണം ഞാൻ ടൈമുകൾ സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടിയ 2 ടൈമാണ് കേട്ടത്. കാരണം ഞാൻ രാവിലെ 10 മണിക്ക്, 6 മണിക്ക്, 11 മണിക്ക്, പിന്നെ അതേമാതിരി 3 മണിക്ക് ഒക്കെ അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ 2 ടൈമിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന ടൈം കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഷെയർ ചെയ്യരുത്. നമ്മൾ വീഡിയോൻ്റെ ലിങ്ക് ഒരിക്കലും ഷെയർ ചെയ്യരുത്, ആരുമായി ഷെയർ ചെയ്യരുത്. ഷെയർ ചെയ്യുക എപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഷെയർ ചെയ്യുക. ഇട്ടപാടെ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇടാനോ സ്റ്റോറി ഇടാനോ നമ്മൾ പോകരുത്. നമ്മൾ ഏറ്റവും വേഗം യൂട്യൂബ് ക്വിറ്റ് ചെയ്ത് പോരുക.
അത്രേ ഉള്ളൂ കേട്ടോ. ഇത് രണ്ടും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ 1K സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം കൊണ്ട് കൂടിയിട്ടോ. പിന്നെ നമ്മളെ വീഡിയോ മറ്റുള്ളവർക്ക് എത്രത്തോളം ഇഷ്ടമാവുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുക. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. കമൻറ്റ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ടൈമിൽ വല്ല മാറ്റം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.